ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ കുട്ടിയുടെ 56 2 ദിവസം കൂടി കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ കുറവാണ്. മുറ്റത്തൊന്നും ഇങ്ങനെ നമുക്കിങ്ങനെ പന്തലിട്ടിട്ട് നമുക്കിങ്ങനെ ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റില്ല, അത്രയും സൗകര്യമില്ല. അപ്പം മുറ്റത്തൊന്നും സൗകര്യമില്ല കേട്ടോ, തീരെ സൗകര്യം കുറവാണ്. കാരണം മുറ്റമൊന്നും അങ്ങനെ വീതിയില്ല. പിന്നെ ഫ്രണ്ടിക്ക് അങ്ങോട്ട് ഒരുപാട് സ്ഥലമൊന്നുമില്ല ഞങ്ങൾക്ക് വീടിൻ്റെ ഫ്രണ്ടിക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് തൊട്ടപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ഞാനുണ്ട്, ചെറിയ അനിയത്തിയുടെ തന്നെ ഭർത്താവുണ്ട്, അമ്മയൊക്കെ. അമ്മ ഇപ്പോൾ കുട്ടി നീച്ചപ്പോൾ ധോനി ബേബി നീച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കാടൊക്കെ കുറച്ച് വെട്ടി ഞങ്ങൾ. ഈ ബാക്കി കുറച്ച് മണ്ണൊക്കെ നിരത്താറുണ്ട്. മേശയൊന്നും ഇട്ടാൽ അല്ലെങ്കിൽ ഇരിക്കില്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുറ്റം കേട്ടോ. തീരെ സ്ഥലമല്ല, കണ്ടോ, കുറച്ച് വീതിയുള്ളൂ. ഉള്ള സ്ഥലത്തൊക്കെ പൂച്ചെടി നട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ പൂച്ചെടികളൊക്കെ കുറേ, പിന്നെ കുറച്ച് പാറപ്പൊടി അങ്ങനെയൊക്കെ കൂട്ടിയിരിക്കുക. ഇതെന്താണെന്നറിയോ, ഇങ്ങനെ നനഞ്ഞ പോലെ മുറ്റം. ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ടിൽ കനാലായതുകൊണ്ടേ, അപ്പോൾ ആ കനാലിൽ നിറച്ച് വെള്ളം വിടുമ്പോൾ ആ വെള്ളം അങ്ങനെ കിനിവ് ഇറങ്ങിയിട്ട് ആ കിനിവ് വന്നിട്ട് ഇങ്ങനെ നനഞ്ഞിരിക്കുക. അപ്പോൾ തറവാട്ട് വീട്ടിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതാണ്ടോ തറവാട് വീടിൻ്റെ മുറ്റം കണ്ടോ, നിറച്ച് വെള്ളം കണ്ടോ. അപ്പോൾ ഉറവ അപ്പോൾ കനാലിലെ വെള്ളം നിർത്തിയിട്ടോ. പിന്നെ ഒരു 4-5 ദിവസം കഴിയണമെങ്കിൽ ഉറവ വറ്റണമെങ്കിൽ. പുല്ലൊക്കെ മുളച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ മുറ്റത്ത് നിൽക്കാനോ നടക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ടിലുള്ള സ്ഥലത്ത് ജസ്റ്റ് അവിടുത്തെ കാടൊക്കെ ഒന്ന് വെട്ടിയിട്ട് അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ധോനി ബേബി നീച്ചപ്പോൾ അമ്മ കുട്ടീനെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അനിയനെ അതാ ഇളയച്ചനെ അവിടെ ശരിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന മണ്ണ് അങ്ങോട്ട് കോരി നിരത്തണം. മേശയൊക്കെ വെച്ചാൽ ഇരിക്കണമല്ലോ, അവർക്ക് ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റില്ലല്ലോ. നല്ല പുല്ലാണ് കേട്ടോ ഇവിടെ. നിറച്ച് പുല്ല് പറഞ്ഞാൽ പോരാ, നമ്മളിങ്ങനെ ഒരാളിൻ്റെ പൊക്കത്തിനൊക്കെ നിറച്ച് പുല്ല് വളർന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് വെട്ടി, കാടൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് അതൊന്ന് സെറ്റാക്കി. ആ ചപ്പൊക്കെ, അതായത് ആ പുല്ലൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഇട്ടു കിട്ടും. എന്നിട്ട് അതിൻ്റെ മേളിക്കടെയാണ് മണ്ണൊക്കെ ഇട്ടത്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളിങ്ങനെ ഒരു സൈഡ് കുണ്ടും കുഴി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മേശ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചപ്പൊക്കെ കത്തിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മേലെ കൂടെ മണ്ണ് ഇടണം പറഞ്ഞിട്ട് അവിടെ അങ്ങനെ റോഡ് പണിക്ക് കൂട്ടി കുറച്ച് മണ്ണുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണൊക്കെ ഞാനും ഇളയച്ചനും കൂടിയിട്ടാണ് ഇങ്ങോട്ട് എന്താ പറയുക, ആ വെട്ടിത്തെളിച്ച അവിടേക്ക് എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടത് കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ട് അമ്മ കുട്ടികളെയും നോക്കാൻ നിന്നതുകൊണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അവന് ഒറ്റയ്ക്ക് തന്നെ ഞങ്ങൾ കേട്ടോ മണ്ണൊക്കെ സെറ്റാക്കി ഇട്ടതൊക്കെ. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ, വീട്ടിലെ മുറ്റത്ത് തീരെ സ്ഥലമല്ല പറഞ്ഞാൽ തീരെ സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി വലിയ അനിയത്തി വന്നിട്ടില്ല. അപ്പോൾ അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സഹായമായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനും അവനും കൂടി തന്നെയാണ് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയത് കേട്ടോ. ഇനി പന്തലുകാർ വരുമ്പോഴത്തേന് പന്തലിടണമെങ്കിൽ അവർ വരുമ്പോഴത്തേനും അതൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ ഞാനും അവൻ തന്നെ വേഗം ചെയ്തു. പിന്നെ വയ്ക്കണ പോലെയൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ചെറിയ അനിയത്തി പറയുകയും ചെയ്തു, എന്താ ചേച്ചി തൊഴിലുറപ്പുകാരനെ പോലെയാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെയല്ലേ നമുക്ക് ഈ പണിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഞങ്ങൾക്ക് പിന്നെ ഈ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല കല്ല് ഏറ്റിട്ട് മണ്ണേറ്റിട്ട് ഞങ്ങൾക്ക് നല്ല ശീലം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഞങ്ങൾക്ക് ഏറ്റി കടത്താനൊക്കെ ഒരുപാടുണ്ടായിരുന്നു വീട് പണിക്കൊക്കെ. അപ്പോൾ ഞാനും അനിയത്തിമാരൊക്കെ തന്നെ കേട്ടോ മണ്ണൊക്കെ, ഞങ്ങൾക്ക് ഒരുപാട് മണ്ണൊക്കെ വേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും മണ്ണൊക്കെ ഞങ്ങൾ ഏറ്റിക്കടത്ത് തന്നെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ വീട് പണിക്കൊക്കെ ഞങ്ങൾ മണ്ണേറ്റിയിട്ടും കല്ലേറ്റിയിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു ശീലമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോടുകൂടി തന്നെ നിങ്ങൾ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തിയാലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയക്കാറുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അവരുടെ ഒരു കുടുംബത്തിലെ ആ അംഗത്തെ പോലെ കണ്ട് നമ്മളോട് ആ ഒരു സ്നേഹത്തോടു കൂടി മെസ്സേജസൊക്കെ അയക്കാറുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ
ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ വേറെ സഹായിക്കാനൊന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കേട്ടോ, ഒറ്റയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ചെയ്യാറൊക്കെ. അപ്പോൾ അമ്മയ്ക്കൊന്നും ഇനിയിപ്പോൾ ഒന്നിനും അങ്ങനെ സാധിക്കില്ല, കളയ്ക്കാനോ പിടിക്കാനോ ഏറ്റാനൊന്നും. എന്നാലും അമ്മ വയ്ക്കും പോലെയൊക്കെ ഇങ്ങനെ തൊഴിലുറപ്പിനൊക്കെ അങ്ങനെ പോവും കേട്ടോ. എന്നാലും ചില സമയത്തൊക്കെ ചിലപ്പോൾ പോവാനൊന്നും വയ്ക്കില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു കേട്ടോ. അത് കുട്ടി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സ് ഓഫായത്. ഞാൻ ഓഫാക്കി ഇട്ടതൊന്നുമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ വന്നത് ആ പന്തലിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനെ വൈകിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വൈകി കേട്ടോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.